നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ്. സംഭവം നടക്കുന്നത് ബാംഗ്ലൂരാണ്. മീനൽ ഗോയൽ എന്ന ഒരു CA-കാരിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ സംഭവം ലോകത്തെ അറിയിച്ചത്. മീനൽ ഗോയൽ പറഞ്ഞ പ്രകാരം അവരുടെ നൈബറാണ് ഈ കുടുംബം. എല്ലാം നല്ല രീതിയിൽ പോവുകയായിരുന്നു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി, നല്ല സാലറി, ബാംഗ്ലൂർ ഒരു പ്രൈം ലൊക്കേഷനിൽ നല്ലൊരു ഫ്ലാറ്റ്. സെപ്റ്റംബർ 2025 വരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ കുടുംബം ഒക്ടോബർ മാസത്തോടു കൂടി എല്ലാം താളം തെറ്റുന്നു. ഒക്ടോബർ മാസത്തിൽ ആ ഫാമിലിയുടെ ഏക ഏണിംഗ് മെമ്പറിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. 1,20,00,000 രൂപയ്ക്ക് വാങ്ങിച്ച ഫ്ലാറ്റിൻ്റെ ഏകദേശം 8 വർഷത്തോളം EMI തിരിച്ചടച്ചിരിക്കുന്നു. 78 ലക്ഷം രൂപ തിരിച്ചടച്ചതിന് ശേഷവും വെറും 20 ലക്ഷം രൂപ മാത്രമാണ് പ്രിൻസിപ്പലിൽ നിന്നും കുറഞ്ഞത്. 57 ലക്ഷം രൂപയും ബാങ്ക് കണക്കൂട്ടിയത് ആ ലോണിൻ്റെ ഇൻട്രസ്റ്റിലായിരുന്നു. ജോലി പോയതോടുകൂടി EMI അടയ്ക്കാതായി. വെറും 3 മാസം EMI അടയ്ക്കാതിരുന്നതിനാൽ സർഫ്രാസി നിയമപ്രകാരം ബാങ്ക് അതിൻ്റെ നിയമ നടപടിയിലേക്ക് കടന്നിരുന്നു. വെറും 60 ദിവസത്തിനുള്ളിൽ ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞു. 95 ലക്ഷത്തിന് ഈ ഫ്ലാറ്റ് വിറ്റുപോവുകയും ബാങ്കിന് കിട്ടേണ്ടിയിരുന്ന 80 ലക്ഷം എടുത്തതിന് ശേഷം 15 ലക്ഷം ഈ പറഞ്ഞ കുടുംബത്തിന് തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയ ഇതിനെ എതിർത്തും അനുകൂലിച്ചും സംവാദങ്ങൾ നടക്കുകയാണ്. നമ്മളിൽ പലർക്കും ഹോം ലോൺ ഉണ്ടായേക്കാം. ഇന്ന് ആ കുടുംബത്തിന് സംഭവിച്ചത് നാളെ നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഓർക്കുക, അവസാനത്തെ EMI അടയ്ക്കുന്നത് വരെ നമുക്ക് കിട്ടേണ്ട എല്ലാ ഡോക്യുമെൻസും ബാങ്കിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടുന്നത് വരെ നമ്മൾ നമ്മുടെ എന്ന് വിചാരിക്കുന്നതും നാട്ടുകാരോട് പറയുന്നതുമായ ആ വീട് ബാങ്കിൻ്റെ മാത്രം വീടാണ്, നമ്മുടെ വീടല്ല.